ഇടുക്കിയിൽ പലയിടങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നു, കാട്ടുപോത്തിന്റെ ശല്യം ഇപ്പോഴും തുടരുന്നു. ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കാട് കയറാതെ നിൽക്കുന്ന കാട്ടുപോത്തുകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇടുക്കി കുമളിയിലെ കർഷക ജനതയ്ക്ക്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ MR രാജീവൻ എന്ന ആൾ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയെ തുടരുകയാണ്. നാട്ടുകാർ ജീവൻ ഭയന്ന് കഴിഞ്ഞുകൂടുമ്പോഴും യാതൊരു ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ജില്ലയുടെ മലയോര മേഖലയിൽ ആകെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വന്യജീവി ആക്രമണം. മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇന്നലെയും കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാര് ആകെ ആണ് ഇവിടെ ഉള്ളത്. എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് ഇവിടെ നല്ലതായിട്ട് മൃഗങ്ങളുടെ ശല്യമാണ്. ഞങ്ങൾക്ക് മൃഗങ്ങൾ തേങ്ങയോ അങ്ങനെയുള്ള യാതൊരു സാധനവും ഞങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ കപ്പയോ ചേന അങ്ങനെയുള്ള യാതൊരു സാധനം കിടത്തില്ല. പിന്നെ മൃഗങ്ങളുടെ ശല്യം പേടിച്ച് ഞങ്ങൾക്ക് ഒരു പണിക്ക് പോകാൻ പോലും പറ്റത്തില്ല. 4 മണി 3 മണി ആകുമ്പോൾ ഈ പോത്ത് വഴി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അവർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ, പോത്ത് ശല്യമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അതിനു മുമ്പ് 1 മാസം മുമ്പ് അവർ അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നായിരുന്നു. ഇത്രയും 1000 കിലോ ഉണ്ട് ആ പോത്ത്. ആ പോത്തിനെ ഇവിടുന്ന് മയക്കുവഴി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഇങ്ങനെ ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസവും ഞങ്ങൾ അവരെ അറിയിച്ചത് ഇവിടെ വഴി നിൽപ്പുണ്ടെന്ന്. വന്നിരുന്നെങ്കിൽ ഈ സംഭവം നടക്കുകയില്ലായിരുന്നു. ഈ രാജീവന്റെ കുടുംബത്തിലെ സാഹചര്യവും വളരെ മോശമാണ് സാറേ. എന്നാന്ന് വെച്ചാൽ രാജീവിന്റെ ഒരു ചെലവ് കൊണ്ട് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 കോടി തരാന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ കിട്ടുമോ? ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അച്ഛനെ കിട്ടുമോ? ഈ ഒരു മേഖലയില് ഈ കാട്ടുപോത്ത് നിരന്തരമായി ഇറങ്ങണം ഒത്തിരി നാളായി. 40 വർഷം മുമ്പത്തെ ചരിത്രം പറഞ്ഞാൽ ഇവിടെ അന്ന് ഇവിടെ മുഴുവൻ എല്ലാ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ പശു ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് ഞങ്ങൾ കാട്ടിലായിരുന്നു പുതിയ തമ്പൊക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചതിനാണെന്ന് ചോദിച്ചാൽ ഈ പരിസ്ഥിതിവാദമെന്നും പറഞ്ഞ് മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മരങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ട് പുൽമേടുകൾ മുഴുവൻ നശിച്ചുപോയി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ മൃഗങ്ങൾക്ക് തീറ്റയില്ലാത്ത ഒരു വലിയ അവസ്ഥ വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ വനവികസന സമിതി EDC പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ പുൽമേടുകൾ തിരിച്ച് ആക്കുന്നതിനെ പറ്റി. ഈ കാട്ടുപോത്തുകൾക്ക് മേയാനുള്ള ഒരു കാട്ടുപോത്തിനൊന്നല്ല, ഒരു മൃഗത്തിനും അവിടെ തിന്നാനുള്ള ഒരു സാധനമില്ല. നമുക്ക് ഈ മേട കയറി നോക്കിയാൽ ആ പാടേ ഉള്ളത് മേച്ചിപ്പുല്ല് മാത്രമേ ഉള്ളൂ. ഈ മേച്ചിപ്പുല്ല് എന്ന് പറയുന്ന സാധനം ഈ പണ്ട് പുല്ല് പെരമഞ്ഞോട്ടിരുന്ന സാധനമാണ്. അത് മൃഗങ്ങളൊന്നും തിന്നുകയില്ല. പുല്ല് പിടിപ്പിക്കാനും കുളം നിർമ്മിക്കാനും ഒക്കെ പറഞ്ഞതാണ്. ഇവര് ഫോറസ്റ്റുകാരൊന്നും ഇതിനൊന്നും നടപടിയൊന്നും എടുക്കുന്നില്ല. ഇന്നലെ അപകടം നടന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരെ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴത്തേനും ഉടനെ അവർ വിളിച്ച് ചോദിച്ചത് പോത്ത് ഇവിടെ നിൽപ്പുണ്ടോന്നാണ്. എന്നാൽ ഈ അപകടം പറ്റിയ ആളെ ആശുപത്രി കൊണ്ടുപോയോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, പോത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടോ എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഇവിടെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വാഭാവിക വനമേഖലയുടെ ഒരു നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടായാൽ തന്നെ വന്യമൃഗങ്ങൾ ഈ പുൽമേടുകളിൽ നിന്ന് താഴേക്കെത്തി ജനവാസ മേഖലയിലേക്ക് തമ്പടിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം ശാസ്ത്രീയ പഠനങ്ങൾ കൂടി ഇവിടെ അനിവാര്യമായി നിലനിൽക്കുന്നു. ഇവിടെ മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ എല്ലാ മലയോര മേഖലയിലും ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഇല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനും ഒരു ശാസ്ത്രീയ പഠനവും കൃത്യമായ നടപടികളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.